എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പെൻസിൽ പൗച്ചാണ്, ഒരു ക്ലിയർ പ്ലാസ്റ്റിക് പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് എനിക്ക് കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പാക്കറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഡിസൈനൊക്കെയുള്ള പാക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ പ്ലാസ്റ്റിക് പാക്കറ്റ് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പെൻസിലിൻ്റെ കുറച്ച് എക്സ്ട്രാ വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഒരു 12 സെൻറ്റിമീറ്റർ വീതിയും 22 സെൻറ്റിമീറ്റർ നീളവുമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനൊരു 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഈ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കവറിൻ്റെ പിടിയില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം അവിടെയാണ് ഡിസൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പിടിയുടെ ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഒരു സ്ലീവ് പോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കവർ റെഡും വൈറ്റും ആയതുകൊണ്ട് ഞാനിവിടെ റെഡ് കളറും വൈറ്റ് കളറും പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ പഴയ ജീൻസ് വെച്ചിട്ടൊരു പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിപ്പും വെൽക്രോ ഒന്നും ഇല്ലാതെ ഉള്ളൊരു പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കണ്ട് നോക്കാം കേട്ടോ. ഞാൻ കാർഡിൽ കൊടുക്കാം. പിന്നെ ഇത് ഇനിയിപ്പം ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഈ പേപ്പർ പീസസ് കട്ട് ചെയ്തത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളവും ഗ്ലിസറിനൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം, ലിക്വിഡ് പൗച്ച്. അത് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഇടാം. അപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടെയാണ്. ദേവിക എന്ന് പറയുന്ന കുട്ടിയാണിത് ഈ ഒരു പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഇത് ഉണ്ടാക്കാനൊരു സമയം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു സൈഡ് ഓൾറെഡി ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പറാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ നമ്മൾ അയൺ ബോക്സിനെ കൊണ്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഭാഗവും അതുപോലെ 3 സൈഡ്, ഈ ഒരു കവറിൻ്റെ 3 സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ച് നമുക്ക് കിട്ടും. ഇനി ഇത് ഒന്നുകിൽ നമുക്ക് സിപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ വെൽക്രോ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് സിപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെൽക്രോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിപ്പർ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ വെൽക്രോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉഹു എന്ന് പറയുന്ന ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഫെവി ബോണ്ട് എടുത്താലും മതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു പൗച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മിക്കപ്പോഴും നമ്മൾ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.